നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സാരഥിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം സാരഥിയിൽ ഗസ്റ്റ് ആയിട്ട് ആസ്ട്രോളജർ ആൻഡ് പാമിസ്റ്റ് ശാന്ത വിജയാണ് ഉള്ളത്. മാം വെൽക്കം ടു ദി ഷോ. ഓക്കെ, അപ്പം നിങ്ങൾക്കും എന്താ പറയുക, നിങ്ങളുടെ ജാതകം അല്ലെങ്കിൽ എന്താ പറയുക സമയം എന്തെങ്കിലും റിലേറ്റഡ് നിങ്ങൾക്ക് എന്താ ചോദിക്കാനോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. കോൾ നവൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ മാം നിങ്ങളോട് നേരിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൂടാണ്ട് എന്താ നിങ്ങൾ വിളിക്കുമ്പോൾ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടൈം, ജനിച്ച സമയം, ഡേറ്റ് ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ. അതെ, പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് നിങ്ങൾ ജനിച്ചത് ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നാൽ അതേപോലെ അറിയേണ്ടത് എന്താണെന്നും കൃത്യമായിട്ട് പറയണം. അതെ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ഇപ്പോഴത്തെ സമയത്തിനെ കുറിച്ചാണോ, പഠിപ്പിനെ കുറിച്ചാണോ, കല്യാണത്തിന് എന്താണെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ സമയം കറക്റ്റ് അല്ല നിങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് അതുപോലെ ആയിരിക്കും ശരിക്കും പറഞ്ഞു തരാൻ പറ്റില്ല. സമയം വേണം, അതുപോലെ അവർ ചോദിക്കണം. ഇതിപ്പോ ജാതകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാൻ പറ്റും. അപ്പൊ അവർക്ക് അറിയേണ്ടത് എന്താണ് എന്നുള്ളത് ചോദിക്കണം. അല്ലെങ്കിൽ സമയം പറയൂ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ലിമിറ്റഡ് ടൈം അല്ലേ ഉള്ളൂ. അതെ, കറക്റ്റ്. നമ്മുടെ ഒരു അരമണിക്കൂർ ഷോ ആണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്താ പേഴ്സണലി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണണം, മാമിന്റെ നമ്പർ താഴെ കാണിക്കുന്നുണ്ടാവും. അപ്പൊ അതിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പോയി കണ്ട് സംസാരിക്കാം അല്ലെ, ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറയാണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അപ്പോൾ മാം ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ആദ്യം തന്നെ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ആഹാരം ദാനം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ ചോദിച്ചു, കുട്ടികൾ പഠിക്കുന്നതിന് പ്രത്യേകാൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു കുറച്ച് ആളുകൾ. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നതിന് നമ്മളിപ്പോൾ ജാതകം അനലൈസ് ചെയ്തിട്ട് ഒരു കുട്ടി എന്തുകൊണ്ടാണ് പഠിത്തത്തിൽ അലസത വരുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത്, അതൊക്കെ നമുക്ക് ജാതകം അനലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ജനറലി പറയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ആഹാരത്തിൽ ധാരാളം ചെറുപയർ ഉൾപ്പെടുത്തുക. ചെറുപയർ ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റെ ഗ്രഹങ്ങളുടെ ധാന്യങ്ങളുണ്ട്, അതിൻ്റെ വൈബ്രേഷൻ കൂടുതലുള്ള ആഹാരമുണ്ട്, സസ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചെറുപയറെന്ന് പറയുന്നതിൽ ബുധൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഒരു പ്രാണലെവലുണ്ട് ആഹാരത്തിൽ. അപ്പോൾ കുട്ടികളത് കഴിക്കാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സാലഡായിട്ടും പല രീതിയിൽ, അതൊക്കെ അമ്മമാർക്ക് അറിയാമല്ലോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവറൊക്കെ കൂടും. അത് റെഗുലറായിട്ട് അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ആ വസ്തുക്കൾ നമുക്ക് ഏത് ഗ്രഹമാണോ ഇതിൻ്റെ ആനുകൂല്യമാണോ വേണ്ടത്, ആ ഗ്രഹത്തിന് പറയുന്ന രത്നങ്ങളും ധാന്യങ്ങളും ഒക്കെ നമ്മൾ കളറുള്ള വസ്ത്രങ്ങളും ഒക്കെ ദാനം ചെയ്യുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ ഈ ചെറുപയർ ദാനം ചെയ്യുക, കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് പോലെ തന്നെ ദാനം ചെയ്യുന്നത് ഒത്തിരി ഗുണം ചെയ്യും. അതുപോലെ പച്ച നിറമുള്ള വസ്ത്രം ദാനം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പച്ച നിറം വെറും പച്ച കളർ മാത്രമാകണം എന്നില്ല, പച്ചയുടെ മിക്സ് ആയിട്ടുള്ള കളറുള്ള വസ്ത്രങ്ങൾ. അതിൻ്റെ പ്രായമുണ്ട്, ഓരോ ഗ്രഹങ്ങൾക്കും പ്രായമുണ്ട്. ഈ ഓരോ വയസ്സുള്ള ആൾക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് കുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ടീനേജിൽ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സാരഥിയിലേക്ക് സ്വാഗതം. ആരാണിത്? ഞാൻ ബിനില, അജ്മാനെന്ന് വിളിക്കണം. ബിനില അല്ലേ? ബിനില ആർക്കാണ് വിളിക്കുന്നത്? ബിനിലയ്ക്ക് വേണ്ടി? എനിക്ക് വേണ്ടി തന്നെയാ. അതെ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ? ഫെബ്രുവരി 27, 1988. ഫെബ്രുവരി 27, 1988. ടൈം എന്താണ്? 6:20 PM. 6:20 PM. തലശ്ശേരി. ഓക്കെ, എന്താണ് ചോദിക്കാനുള്ളത്? ആദ്യം തന്നെ ടിവിയുടെ വോല്യൂം ഒന്ന് കുറയ്ക്കണേ, ഭയങ്കര ശബ്ദം വരുന്നുണ്ട്. കുറയ്ക്കാം. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയായിട്ട് വരുന്നില്ല. അതെയോ? അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇവിടെ വന്നിട്ട് കുറെ ആയോ? വന്നിട്ടില്ല, ഞാൻ ഇപ്പൊ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ഈ വർഷം. കഴിഞ്ഞ വർഷം മുതലേ ഞാൻ കുറെ ദിവസമായിട്ട് ജോബ് വേണ്ടാന്ന് വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ ട്രൈ ചെയ്യാൻ തുടങ്ങി, പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, വർക്ക്ഔട്ട് ആവുന്നില്ല ഒന്നും. അതെയോ? ഓക്കെ, അപ്പൊ നേരിട്ട് സംസാരിച്ചോളൂ കേട്ടോ, മാം ഉണ്ട് ഇവിടെ. തിരുവാതിര നക്ഷത്രമാണോ? തിരുവാതിരയാണ്. ഇപ്പൊ ശനി ദശയിലെ ചൊവ്വയുടെ അപഹാരമാണ് നടക്കുന്നത്. അത് 2019 ജൂൺ വരെ ഉണ്ട്.
അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് അനുകൂലമായ സമയമാണ്. ഇപ്പൊ സമയമാണ്, നല്ല സമയമാണ്. നല്ല സമയമാണ്. കാരണം ഈ ചിങ്ങലഗ്നമാണ് വന്നിരിക്കുന്നത്. ചിങ്ങലഗ്നത്തിന് യോഗകാരകൻ ആയിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ അപഹാരത്തില്, ചൊവ്വ ഭാഗ്യപതിയാണ്. അപ്പോൾ ആ ചൊവ്വയുടെ അപഹാരത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായ ഒരു കാര്യം സംഭവിക്കണം. അത് പ്രത്യേകിച്ച് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം 10ാം ഭാവപതി വന്നിട്ട് അഷ്ടമത്തിലാണ്, പക്ഷെ ചൊവ്വയുടെ ഒരു ബന്ധത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ശ്രമിച്ചാൽ കിട്ടോ, ജോലി കിട്ടോ? ശ്രമിച്ചാൽ കിട്ടും. പിന്നെ എന്താന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ എന്തൊക്കെ ഉണ്ടാവുന്നു? ബാക്ക് പെയിനും അങ്ങനെയൊക്കെ ഹെൽത്തിന്റെ പ്രോബ്ലം ഉള്ള സമയമാണോ? ഹെൽത്ത് ബാക്ക് പെയിൻ വരുന്നത് ചൊവ്വ നിൽക്കുന്നത് ധനുരാശിയിലാണ്. ചൊവ്വയും ശനിയും കൂടെ നിൽക്കുകയാണ്. അപ്പൊ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട, ബോണിന് പ്രശ്നമൊന്നുമില്ല, സർക്കുലേഷന് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ചന്ദ്രന് ശനിയുടെയും ചൊവ്വയുടെയും കൂടെ ബന്ധമുള്ളത് കൊണ്ട് അപ്പൊ കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ സെൻസിറ്റീവ് ആകേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, യോഗയോ പ്രാണായാമോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒത്തിരി ഗുണം ചെയ്യും. ശരി, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെറുപയറിന്, അതിന് എന്താ പറയാ, പഠിക്കുന്ന കുട്ടികൾക്ക് ആണോ അങ്ങനെ? അല്ല, ബുധദശ നടക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ബുധൻ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. ബ്രെയിനിനൊക്കെ ജനറലി നല്ലതാണ്. നമ്മൾക്ക് ആഹാര രീതി തന്നെ അങ്ങനെ ഉണ്ടല്ലോ, പയറും അരിയും കൂടെ ചേർത്ത് നമ്മൾ കഴിച്ച് ശീലമുണ്ടല്ലോ. അപ്പൊ അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹാരമാണ്. ഇപ്പൊ ഈ കാലം മാറിയപ്പോഴത്തേക്കും ആഹാര രീതിയിൽ ഒരുപാട് വ്യത്യാസം വന്നു. പയറൊക്കെ കഴിക്കുന്നത് ഒരു കുറവ് പോലെ ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് ദാനം ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ചിന്താശക്തിയെ ഉദ്ദീപിപ്പിക്കാൻ പറ്റിയതാണ്. അതെ, ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിന്റെ? ഈ ചിന്ത നെർവസ് സിസ്റ്റം കൂടുതൽ എഫിഷ്യൻ്റ് ആകും. ബുധനാണ് വിദ്യയുടെയും വാക്കിൻ്റെയും നമ്മളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും പ്രായോഗിക ബുദ്ധിയുടെയും ഒക്കെ ഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ബുധന് ഒരു ജാതകത്തിൽ പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ വക കാര്യങ്ങളിലൊരു തടസ്സം അനുഭവപ്പെടുക. അതായത് പ്രായോഗികമായിട്ട് കാര്യങ്ങളെ കാണാനുള്ള കഴിവും കുറയും. അതുപോലെ കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് കുറയും. ബ്രെയിനിന്റെ എഫിഷ്യൻസിയെ കാണിക്കുന്നത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ്. വിസ്ഡം ഒക്കെ വ്യാഴത്തിൻ്റെതാണ്. പക്ഷെ ബ്രെയിനിന്റെ ആ പവറില്ലേ, മനസ്സിലാക്കാനുള്ള കഴിവ്, അതേ കാണിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. അതുപോലെ പഠിച്ച കാര്യങ്ങൾ എഴുതാനും പറയാനും ഒക്കെ ഉള്ള കഴിവ് വാക്കിൻ്റെയൊക്കെ ആള് ബുധനാണ്. വിദ്യയുടെയും വാക്കിൻ്റെയൊക്കെ ആള് ബുധനാണ്. അപ്പം ബുധന് വേണ്ടി നമുക്ക് ജാതകം നോക്കാതെ തന്നെ ചെയ്യാവുന്ന ഒരു പരിഹാരമാണിത്. അല്ലെങ്കിൽ നമ്മൾ ജാതകം അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് കോമ്പിനേഷൻ കൊണ്ടാണ് ഫലങ്ങൾ ഉണ്ടാകുക. അപ്പം ബുധൻ എങ്ങനെയോ ജാതകത്തിൽ നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതും ഗുണഫലം ഉണ്ടാക്കുന്നതും ദോഷമില്ലാത്തതുമായിട്ടുള്ള ഒരു ടിപ്പാണ്. അതെ, ഓക്കെ. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ദശാസന്ധി എന്ന് പറയുന്നത്, അത് എന്താണ്? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദശാസന്ധി എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾക്ക് 9 ഗ്രഹങ്ങളുടെ ദശ അപഹാരങ്ങളാണ് ഉള്ളത്. ഈ 9 ഗ്രഹങ്ങൾക്കും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നിശ്ചിത പീരീഡ് ആ ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലുള്ള സമയമാണ്. അങ്ങനെ മൊത്തം ഗ്രഹങ്ങളുടെ എല്ലാ ദശകാലം കൂടെ കൂട്ടുമ്പോൾ 120 നമുക്ക് കിട്ടുക. ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് 120 വർഷമാണ് ഒരു മനുഷ്യന്റെ ആയുസ് പറയുക, പരമായുസ് എന്ന് പറയും. അപ്പൊ ആ 120 വർഷം ഓരോ ഗ്രഹങ്ങൾക്കായിട്ട് വീതം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് ജനിക്കുന്ന നക്ഷത്രം അനുസരിച്ച് ഒരു സമയം കഴിഞ്ഞ് വേറൊരു അടുത്തത് മാറി വരും. അപ്പോൾ ജനിക്കുന്ന സമയത്ത് നക്ഷത്രത്തിന്റെ സ്ഥിതി അനുസരിച്ചാണ് ദശകാലം ആരംഭിക്കുന്നത്. 3 നക്ഷത്രങ്ങൾക്ക് വീതം ഒരു നക്ഷത്രാധിപൻ നക്ഷത്രത്തിന്റെ അധിപനായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ അശ്വതി, മകം, മൂലം 3 നക്ഷത്രങ്ങളും ജനിക്കുന്ന സമയത്ത് കേതുവിലായിരിക്കും അവർ ജനിക്കുക. അത് വർഷം, കേതുവിന്റെ പീരീഡ് എന്ന് പറയുന്നത് 7 വർഷമാണ് ആരായാലും. ഈ 3 നക്ഷത്രത്തിൽ ജനിക്കുന്നവർ. കേതുവിന്റെ വർഷം എന്ന് പറയുന്നത് 7 വർഷമാണ്. അതെ, ജനിക്കുന്ന സമയം അനുസരിച്ച് ചിലർക്ക് 3 വർഷമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് 7 വർഷത്തിന്റെ അടുത്ത് വരെ ഉണ്ടാവും, ചിലർക്ക് 1.5 വർഷം ഉണ്ടാകും. അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിനുശേഷം വരുന്നത് ശുക്രദശയാണ്, 20 വർഷമാണ്. അതൊക്കെ ഫുള്ളായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ആദിത്യൻ, ചന്ദ്രൻ, അങ്ങനെ ദശകാലങ്ങളും മാറി വരും, ഓരോന്നായിട്ട് മാറി വരും. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സാരഥിയിലേക്ക് സ്വാഗതം. പേരെന്താണ്?
ശാലിനി. ശാലിനി ആ, അല്ലെ? ശാലിനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്? എനിക്ക് വേണ്ടി തന്നെയാണ് വിളിക്കുന്നത്. അതെ. ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാൻ പറ്റുമോ? 1978 ഓക്കെ. മാർച്ച് 16. ഓക്കെ, മാർച്ച് 16 അല്ലേ? ആ, 15 രാത്രിയാണ്, 12:30. ഓക്കെ, 16 അല്ല, മാർച്ച് 16 ആണോ പറഞ്ഞ 15 എന്നാണോ പറഞ്ഞ? 16. 16 അല്ലേ? 16. ആ, ഓക്കെ. ടൈം എന്താണ്? മാർച്ച് 15 നൈറ്റ് 12:30 ആണ് വരിക. അപ്പോ 16th 16 12:30 തുടങ്ങി. AM. ആ, ഓക്കെ, 12:30 AM അല്ലേ? യാ. ഓക്കെ, എവിടെയാണ് ജനിച്ചത്? കേരളത്തിലാണ്. കേരളത്തിലാണ്. എന്താണ് അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയവും എല്ലാ കാര്യങ്ങളും, ഹെൽത്തും ഒക്കെ. ഇപ്പോഴത്തെ സമയം, ഹെൽത്ത് കാര്യങ്ങളൊക്കെ ആണ് അല്ലേ? എവിടെയാണ് ശാലിനി? സോറി, ശാലിനി ഇവിടെ എവിടെയാണ്? ദുബൈയിലാണോ? ഞാൻ ദുബൈയിലാണ്. ഇപ്പൊ രാഹുദശയാണ് നടക്കുന്നത്. 2021 മാർച്ച് വരെ രാഹുദശയാണ്. അതിനുശേഷം വ്യാഴദശ വരും. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഈ സമയത്ത് എന്ത് കാര്യമാണ് അറിയേണ്ടത്? ഹെൽത്ത് ആൻഡ് കുട്ടികളുടെ കാര്യം, അതൊക്കെ. കുട്ടികളുടെ കാര്യം ഇതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ബുധനും സൂര്യനും ശുക്രനും 5-ൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നവരായിരിക്കും. ഓക്കെ. പിന്നെ ഹെൽത്തും ഞാൻ ജോലിയൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ പോവും? ജനറലി എങ്ങനെയാന്ന് സമയം, അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ജനറലി ഹെൽത്ത് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഡൈജഷന് റെഗുലറായിട്ട് പ്രോബ്ലംസ് വരാം. പിന്നെ വീട്ടിൽ ഡയബറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടെങ്കിൽ അതിന് ടെൻഡൻസി ഉള്ള ജാതകമാണ്. വേറെ അങ്ങനെ ഹെൽത്ത് പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ദശസന്ധി 2021 വരെ വ്യാഴദശയാണ്. വ്യാഴദശ തീർന്നതിന് ശേഷം ശനിദശ വരും. പക്ഷേ ജാതകത്തിൽ ശനി അത്ര ദോഷമായിട്ടൊന്നും അല്ല നിൽക്കുന്നത്, 10-ൽ നിൽക്കുന്നുണ്ട്. പൊതുവെ 2 ഗ്രഹങ്ങൾ ജാതകത്തിൽ ഉച്ചമാണ്, ശുക്രനും ചന്ദ്രനും. അപ്പോൾ അത് ഐശ്വര്യത്തെ കാണിക്കുന്നതാണ്. ബുധന് ഇത്തിരി ബലക്കുറവുണ്ട്. ഇങ്ങനെയാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഫലം. വീട് വെക്കാൻ അടുത്തങ്ങാട്ട് നടക്കുമോ? വീട് വയ്ക്കുന്നത് 2021-ലാണ്. കാരണം ശനി 4-ാം ഭാവപതി ആയതുകൊണ്ട് ശനിയുടെ തുടക്കത്തിലാണ് വീടിന് സാധ്യത. ഓക്കെ. പിന്നെ ഏതാണ് ധരിക്കേണ്ട സ്റ്റോൺ എന്ന് അറിയാൻ പറ്റുമോ? സ്റ്റോണ് നിങ്ങൾക്ക് മുത്ത് ധരിക്കുന്നതായിരിക്കും കുറച്ച് ഈ ജാതകപ്രകാരം. മുത്തല്ലെങ്കിൽ കോറൽ നല്ലതാണ്. കോറൽ, മുത്തും കോറലും കൂടെ ചേർത്ത് ധരിക്കുന്നത് നല്ലതാണ്. കാരണം ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ ബലം കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വയ്ക്ക് ഇവിടെ രത്നം എന്ന് പറയുന്നത് കോറലാണ്, റെഡ് കോറലാണ്. അതും ഭാഗ്യപതിയുടെ ചന്ദ്രന്റെ മുത്താണ്. അത് രണ്ടും കൂടെ ചേർത്തുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. മാലയായാലും മതി, അല്ലെങ്കിൽ മോതിരമായിട്ട് ധരിക്കാം, പെൻഡന്റ് ധരിക്കാം. അതെങ്ങനെയാണോ സൗകര്യപ്രദമായിട്ട് ചെയ്യാം. മുത്ത് പറഞ്ഞാൽ പേളാണോ? പേള്. ഓക്കെ. ഓക്കെ. കുട്ടികൾക്ക് പഠിപ്പിനൊക്കെ എങ്ങനെയായിരിക്കും? ഈ ജാതകപ്രകാരം പഠിപ്പിന് കുഴപ്പം കാണിക്കുന്നില്ല. ഓക്കെ. ഓക്കെ. വേറെ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? വേറെ നിങ്ങൾക്ക് അറിയേണ്ട എന്താന്ന് ചോദിക്കുക. ഒരു ജാതകം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അതിൽ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റുമോ? ഓക്കെ. ദോഷങ്ങൾ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും വ്രതമോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ദോഷം എന്ന് പറഞ്ഞാൽ ലഗ്നാധിപൻ ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ആലോചിക്കാതെ എടുത്തു ചാടുന്നത് കൊണ്ട് വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വിശകലനം ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷമേ വരുള്ളൂ. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ശാലിനി, എല്ലാം ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു.
ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ലതാവുന്ന ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ 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 താങ്ക് യു ഓക്കെ ശാലിനി, ഇപ്പൊ വിളിച്ചതിൽ സന്തോഷം. ബൈ. താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു വന്നത് ദശാസന്ധിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ ദേശാസന്ധി എന്ന് പറഞ്ഞപ്പോൾ ഈ ഓരോ ജനിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഗ്രഹങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുമല്ലോ. ഗ്രഹങ്ങളുടെ അപഹാരകാലം എന്ന് അതിനെ പറയുന്നത്. അതായത് ഓരോ ഗ്രഹങ്ങൾക്കും ഇൻഫ്ലുവൻസ് കൂടുതലുള്ള സമയം. അപ്പൊ ഓരോ ഗ്രഹങ്ങൾ എന്താണോ സൂചിപ്പിക്കുന്നത് ആ സമയത്ത് അതിന്റെ കാരകത്വം എന്നാണ് ജ്യോതിഷത്തിൽ പറയാം. അപ്പൊ അതിന് അനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും നമ്മൾക്ക് വരിക. ഇപ്പൊ ശുക്രൻ എല്ലാവരും വളരെ സന്തോഷമായിട്ട് പറയുമല്ലോ ശുക്രദശയാണെന്ന് പറയും. അപ്പൊ ശുക്രനിലെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ്. ലക്ഷ്മിയാണ്, അപ്പൊ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പക്ഷെ ശുക്രൻ മോശമാണെങ്കിൽ ഇതൊക്കെ മാറുമല്ലോ. പക്ഷെ ജനറലായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ശുക്രൻ എന്ന് പറഞ്ഞാൽ ജലതത്വം സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ഓക്കെ. അപ്പൊ ഈ ശുക്രദശയിൽ തന്നെ നല്ലതും ചീത്തയാന്നൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഗ്രഹം നിൽക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് അതിന്റെ ഫലദാന ശേഷി. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ശുക്രദശ എന്ന് പറയുന്നത് നല്ലതാണെന്ന്. അപ്പൊ അതില് തീർച്ചയായും ശുക്രൻ നല്ലതായിട്ടാണ് നിൽക്കുന്നത് ജാതകത്തില്. മറ്റ് ശുഭഗ്രഹങ്ങളുടെ ബന്ധത്തോടെയാണെങ്കിൽ നല്ല ഫലം ഉണ്ടാക്കും. പാപഗ്രഹങ്ങളുടെ ബന്ധത്തോടെ ആണെങ്കിൽ ദോഷം ഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഗ്രഹം നിൽക്കുന്നത് ഒരു ശുഭസ്ഥാനത്തും കൂടെ ആയിരിക്കണം രാശിയിൽ. അഷ്ടമത്തിൽ നിന്നാൽ ദോഷം ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞ് ഡയബറ്റിക് ആകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ദോഷമാണോ ഗുണമാണോ എന്ന് നമുക്ക് ജാതകം അനലൈസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ശുക്രൻ എന്ന് പറയുന്നത് ജലതത്വത്തിന് പ്രാധാന്യമുള്ള ഒരു ദശകാലമാണ്, 20 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത് വരുന്നത് ആദിത്യനാണ്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ ചൂടിന്റെ ആണ്, കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. അത് അഗ്നിതത്വമാണ്. അപ്പൊ നമ്മുടെ ബോഡി ഈ ദശാസന്ധി എന്ന് പറയുന്ന ഏകദേശം 1 വർഷത്തോളം കാലം ഈ ജലതത്വത്തിൽ നിന്ന് അഗ്നിതത്വത്തിലേക്ക് മാറുകയാണ്. അപ്പൊ നമ്മളുടെ ഈ ശുക്രനിലുള്ള ഒരുപാട് സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകും. നമ്മൾക്ക് സുഖഭാവങ്ങളോട് ഇഷ്ടം വരും, പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കും, നമ്മൾ സ്നേഹം പ്രതീക്ഷിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് അനവധി കാര്യങ്ങളാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദിത്യനിലേക്ക് കിടക്കുമ്പോൾ ആദിത്യന് നേരെ വിപരീത സ്വഭാവമാണ്. ഈഗോ ആയിരിക്കും ഇവിടെ പ്രധാനമായിട്ട് വരിക. നേതൃത്വ ഗുണം വേണം. അപ്പൊ നമ്മളെ ചെറിയ രീതിയിലെങ്കിലും ആളുകൾ ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് പ്രശ്നം വരും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ പിത്തപ്രകൃതം കൂടും. നേരത്തെ കഫപ്രകൃതമായിരിക്കും, അതായത് ജലതത്വം. അടുത്ത ആദിത്യൻ വരുമ്പോൾ പിത്തപ്രകൃതം അഗ്നിതത്വത്തിന് പ്രാധാന്യമുള്ള സമയം വരും. അപ്പൊ നമ്മുടെ ബോഡിയിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. ബോഡിയിൽ കെമിക്കൽ ഒക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെയും കൂടെ മധ്യത്തിലുള്ള ഒരു പീരീഡാണ്. അതായത് ഈ ശുക്രൻ്റെതായിട്ടുള്ള കുറേ ഗുണവിശേഷങ്ങൾ, സ്വഭാവ രീതികളും, ബോഡിയുടെ തത്വം ഈ ജലതത്വത്തിൽ നിന്ന് അഗ്നിയിലേക്ക് വരിക, അല്ലെങ്കിൽ കഫത്തിൽ നിന്ന് പിത്തത്തിലേക്ക് മാറുക. അപ്പോൾ അങ്ങനെ വരുന്ന ആ ദശാസന്ധി പീരീഡ് നമുക്ക് ഭയം കൊടുക്കും. അതുപോലെ തന്നെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാനായിട്ട് സാധ്യത കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പൊരുത്തമൊക്കെ നോക്കുന്ന രീതിയിൽ ഈ ദശാസന്ധി ഒരു ദോഷമായിട്ടാണ് പറയുക. രണ്ടുപേർക്കും ഒരേപോലെ അപ്പൊ ക്ലേശങ്ങൾ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ദശാസന്ധി ദോഷമെന്ന് ഉള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ നമ്മൾ ജാതകം അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ദശാസന്ധി ഇപ്പം ജീവിത പങ്കാളിയുടേതുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും നമുക്ക് തന്നെ ചിന്തകൾക്കും സ്വഭാവങ്ങൾക്കും ശരീരത്തിന്റെ പ്രകൃതത്തിനും ഒരുപാട് മാറ്റം വരുന്നൊരു സമയം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആഹാര രീതി, നമ്മുടെ ജീവിതചര്യയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡാണ്. ശരിയാണ്. നമുക്കൊരു കോളർ ഉണ്ട്, ആരംഭിക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണിത്? അശ്വതി. അശ്വതി ആർക്ക് വേണ്ടിയാ വിളിക്കുന്നത്? എനിക്ക് വേണ്ട തന്നെ. അതെ. അശ്വതി, ജനിച്ച ടൈം ഒന്ന് പറയോ? വൈകുന്നേരം 7 മണി, 1991 ജൂൺ 4. ഓക്കെ. 7 PM. 7 PM 4th ജൂൺ 1991. 1991 4th ജൂൺ അല്ലേ? എവിടെയാണ് ജനിച്ചത്? സമയം കേരളത്തില്. 7 PM വൈകിട്ട് 7 മണി. കേരളത്തിലല്ലേ ജനിച്ചത്? അതെ അതെ അതെ, കേരളത്തിൽ. എന്താണ് അറിയേണ്ടത്? ജോലിയുടെ കാര്യങ്ങളും, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി. അപ്പം കുട്ടികൾ ഉണ്ടാകുന്ന അതിനെന്തെങ്കിലും ദോഷമുണ്ടോ അതങ്ങനെ അറിയാൻ വേണ്ട. അതെ. ഇവിടെ വന്നിട്ട് കുറെ ആയോ? ഇവിടെ വന്നിട്ട് 1.5 year. അതെ. ഓക്കെ. അപ്പൊ മാമിനോട് നേരിട്ട് സംസാരിച്ചോളൂ. ജോലിനെ കുറിച്ചൊക്കെ അറിയാനാണ്, പിന്നെ കുഞ്ഞുങ്ങളുടെ കുറിച്ചൊക്കെ ആയിട്ട്. ഇപ്പോൾ വ്യാഴദശയാണ്. ഹലോ മാം. ചതയ നക്ഷത്രമാണോ? അതെ അതെ, ചതയ. ഇപ്പോൾ നടക്കുന്നത് വ്യാഴദശയാണ്. ഈ ജാതകപ്രകാരം കുട്ടികൾ ഉണ്ടാകാനായിട്ട് തടസ്സമൊന്നും കാണുന്നില്ല. ഇല്ല അല്ലേ?
ഇപ്പം കുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ രണ്ടാളുടെയും ജാതകം നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ദേശാകാലവും അനുകൂലമാണ്. ആ ജാതകത്തിൽ 5ാം ഭാവം കൊണ്ടാണ് സന്താനത്തെ പറയുന്നത്. 5ാം ഭാവത്തിനും ദോഷമൊന്നുമില്ല. ഇല്ല. അപ്പൊ ജോലി ഉണ്ടോ മാം? ജോലിനെ കുറിച്ച് അറിയണം. 10ാം ഭാവം ഇവിടെ വന്നിട്ട് 1.5 വർഷം. ജോലിക്ക് അല്പം താമസമാണ് കാണിക്കുന്നത്. അതെ അല്ലേ? അതായത് 2019 ഏപ്രിൽ മുതലുള്ള സമയം അനുകൂലമാണ്. അതെ അല്ലേ? വേറെ പരിഹാരം എന്തെങ്കിലും ഉണ്ടോ ചെയ്യേണ്ടത്? അങ്ങനെ ദോഷോ ജാതകത്തിൽ അങ്ങനെ വ്യാഴദശയാണ്, വ്യാഴ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അതിനായിട്ട് പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ആഹാരം ദാനം ചെയ്യുന്നത് നല്ലതാണ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നമ്മൾ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതൊക്കെ നമുക്ക് ദോഷങ്ങൾ ലഘൂകരിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുന്നത്. മുൻപ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വികാസം നമ്മൾ അതിനെയാണ് നമ്മൾ ഭാഗ്യം, ഗുരുകൃപ എന്നൊക്കെ പറയുന്നത്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ അശ്വതി? ഇല്ല ഇല്ല, എത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ എന്നാ അശ്വതി, വിളിച്ചത് സന്തോഷം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. ഈ മുഹൂർത്തമൊക്കെ നമ്മൾ നോക്കില്ല? തീർച്ചയായും. അതെ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് കുറെ പേര് ഭയങ്കര ആശങ്കയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ നോക്കാൻ പോണതും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എന്താണ് അവരോടുള്ള ഒരു അഡ്വൈസ് എന്താണ് അതിനെ? നമ്മൾ ആശങ്കയുടെ ആവശ്യമില്ല തീർച്ചയായിട്ടും. അപ്പൊ 2 കാര്യങ്ങൾ പറയാം. അത് പരസ്പരം അത്ര ബന്ധമുള്ള കാര്യമല്ല. അല്ല. ഒന്നാമത്, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം തീർച്ചയായും ഒരു ശുഭമുഹൂർത്തത്തിൽ നടക്കും. അതെ, ശരിയാണ്. അതൊരു സത്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, നമുക്ക് നമ്മുടെ പോകുന്ന വാഹനം ഒന്ന് ട്രാഫിക്കിൽ പെട്ടാലും നമ്മൾ ചിലപ്പം കുറച്ച് വൈകും. അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ജീവിതത്തിൽ നമുക്ക് വൈകാനായിട്ട് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വൈകിട്ട് പോയിട്ട് നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും ചെയ്യപ്പെടുക. അത് പ്രകൃതി, നേച്ചർ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ്. അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ മുഹൂർത്തം നോക്കണം നിർബന്ധം എന്ന് പറയാൻ പറ്റില്ലാത്തത് അതുകൊണ്ടാണ്. കാരണം നല്ല പ്രവൃത്തികളാണ്, നമുക്ക് നല്ല ഫലമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നല്ല സമയത്തെ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുള്ളൂ. പിന്നീട് 2ാമത്തെ കാര്യം, നമ്മളുടെ സമയം അത്ര അനുകൂലമൊന്നുമല്ല. നമുക്കൊരു ഈശ്വരാധീനം ഉള്ള സമയം നോക്കി കണ്ടുപിടിക്കണമെന്ന് വിശ്വാസമുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് ഒരു സമയം കണ്ടുപിടിക്കാം. അതിന് ജാതകം ജ്യോതിഷം നമ്മളെ സഹായിക്കും. കാരണം പ്ലാനറ്ററി പൊസിഷൻ ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഫലം വളരെ ശുഭകരമായിരിക്കും. ഒരു നല്ല സമയത്ത് നല്ല യോഗങ്ങളോടുകൂടി ഒരു കുട്ടി ജനിക്കുന്നത് പോലെ തന്നെയാണ് ശുഭസമയത്ത് ഒരു കാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ ഭൂമിയിലോട്ട് ജനിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു കാര്യം പുതിയതായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശുഭത്വം നോക്കുക എന്നുള്ളത് ആവശ്യമുള്ളവർക്ക് മുഹൂർത്തം നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. നിർബന്ധമാണോ അങ്ങനെ മുഹൂർത്തം? നിർബന്ധം അത് വ്യക്തിഗതമാണ്. അവർക്ക് പറയുകയാണ് എനിക്ക് നല്ലതേ സംഭവിക്കുള്ളൂ, ഞാൻ നല്ല സമയത്തേ ചെയ്യുള്ളൂ, അത്രയും ഈശ്വരകൃപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല സമയത്തായിരിക്കും അത് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള കാര്യമേ അത് ഐശ്വര്യപ്രദമായിട്ട് വരുള്ളൂ. അതിന് യാതൊരു സംശയമില്ല. നല്ല സമയത്ത് ആരംഭിക്കുന്ന കാര്യങ്ങളെ നന്നായി വരുള്ളൂ. അപ്പം നമ്മളുടെ സമയം മോശമാണ്, നമ്മൾക്ക് അതിൻ്റെ ഒരു കൃപയില്ല എങ്കിലും നമ്മൾ ചിലപ്പോൾ അശുഭ സമയത്ത് ആരംഭിക്കും, അത് പെട്ടെന്ന് നശിച്ചു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതെ, ശരിയാണ്. അത് തന്നെ ഞാൻ കുറെ പേര് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്, എന്ത് സംഭവം ശരിയാവുന്നില്ലെങ്കിൽ അപ്പൊ പറയും എന്റെ സമയം വളരെ മോശമാണെന്ന്. തീർച്ചയായും സമയം നല്ലതില്ലാത്തപ്പോഴല്ലേ നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകുക. സമയം നല്ലതില്ലാത്തപ്പോൾ മോശം അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ, അതിന് മുൻപരിക്കും നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സ് തന്നെ ആശങ്കയായിരിക്കും. നമ്മുടെ മനസ്സിന്റെ ഒരു 10% മാത്രമേ ബോധ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്നുള്ളൂ. ബാക്കി 90% നമ്മുടെ ബോധ മനസ്സും അബോധ മനസ്സും അൺകോൺഷ്യസ് സൈഡാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ആ മനസ്സെന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിലിരിക്കുന്ന വാസനകൾ അനുസരിച്ച് അത് ചലിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു മോശ സമയം വരുന്നത് നമ്മളുടെ തന്നെ
ഉള്ളിലുള്ള വാസനകൾ കൊണ്ടാണ്. നമ്മളാണ് ശരിക്കും മോശമായിട്ടുള്ളതും നല്ലതായിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നമ്മളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിനെ മനസ്സിലാക്കി തരികയാണ് ജ്യോതിഷം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വാസനകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റം നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അതിന് ഇന്ന രീതിയിലുള്ള മുൻകരുതലുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അതെ, കറക്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ പേര് കണ്ടുകൊണ്ടിരിക്കണവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, എന്റെ സമയം നന്നല്ല, അല്ലെങ്കിൽ അത് നല്ലൊരു സമയമാണ് ഇപ്പൊ എന്റെ എന്നൊക്കെയുള്ള. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കിയാൽ തന്നെയാണ് അത് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? സ്വന്തമായിട്ട് പറയണേക്കാളും നല്ലത് അത് അവർക്ക് അതിനെപ്പറ്റി ഒരു ഗഹനമായ അറിവ് കൊടുക്കാൻ ജ്യോതിഷം തീർച്ചയായിട്ടും സഹായിക്കും. അതന്നെ. അപ്പൊ നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ കുറെ അധികം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നെ. എനിക്ക് തോന്നുന്നു കോളേഴ്സിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഇപ്പൊ പറഞ്ഞ അഡ്വൈസസ് ഒക്കെ. അപ്പൊ നിങ്ങൾ എല്ലാ വെനസ്ഡേ ഇത് മാം നമ്മുടെ ഒപ്പം ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വിളിച്ചവര് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ആഴ്ച വിളിച്ചാൽ മതി. പിന്നെ